الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ونؤمن بأشراط الساعة من خروج الدجال ونزول عيسى بن مريم عليه الصلاة والسلام من السماء، ونؤمن بطلوع الشمس من مغربها وخروج دابة الأرض من موضعها. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിലെ തുടർന്നുകൊണ്ട് പറയുന്ന ഭാഗങ്ങൾ, നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ്. ഈ ലോകം അവസാനിക്കും, ഇതിലുള്ള സകല സൃഷ്ടികളും ഈ സംവിധാനങ്ങളും അത് തകർന്ന് തരിപ്പണമായി അവസാനിക്കും. കുല്ലു മൻ അലൈഹ ഫാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ കണ്ടു കാണുന്ന അവൻ്റെ സൃഷ്ടികൾ മുഴുവനും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ആദരണീയനായ ബഹുമാന്യനായ ഉന്നതനായ അല്ലാഹു, അവൻ്റെ പരിശുദ്ധമായ ദാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അവശേഷിക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നു. ഖിയാമത്ത് നാളിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ രണ്ട് നിലക്കാണ് ഖിയാമത്ത് നാൾ. അൽ ഖിയാമത്തു സുഗ്റ വൽ ഖിയാമത്തുൽ കുബ്റ, ചെറിയ ഖിയാമത്ത് നാൾ, അതേപോലെ തന്നെ വലിയ ഖിയാമത്ത്. ഇങ്ങനെ രണ്ടെണ്ണമാണ്. ഒരാൾ ഈ ലോകത്തിൽ നിന്ന് മരിക്കലോടുകൂടെ അവൻ്റെ ഖിയാമത്ത് നിലനിന്നു, ഖിയാമ അസുഗ്റ, അവന് പിന്നെ ഈ ലോകത്തേക്ക് തിരിച്ചു വരവില്ല. അവന് ചെയ്യാനുള്ള നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രവർത്തനങ്ങൾ, അവൻ്റെ ആയുസ് അത് അവസാനിച്ചു. പിന്നീട് അവൻ്റെ ജീവിതം പരലോക ജീവിതമാണ്. ഖബറോടുകൂടെ പരലോക ജീവിതത്തിൻ്റെ തുടക്കമാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തെ ഭവനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേതാണ് ഖബർ എന്ന് പറയുന്നത്. ഖിയാമത്തുൽ കുബ്റ എന്ന് പറയുന്നത് ഈ ലോകവും ഈ പറയുന്ന സംവിധാനങ്ങളും സൃഷ്ടിചരാചരങ്ങൾ മുഴുവനും നശിക്കുന്ന മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അദ്ദേഹം അതിൽ ഊതും. അങ്ങനെ ഈ ലോകത്തുള്ള ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സൃഷ്ടികൾ, ജീവികൾ മുഴുവനും അത് നശിക്കുന്ന അൽ ഖിയാമത്തുൽ കുബ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പല പേരുകളിൽ കൂടെ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഖാരിഅ എന്ന പേരിൽ, അതേപോലെ തന്നെ അർ-റാജിഫ എന്ന പേരിൽ, അൽ വാഖിഅ എന്ന പേരിൽ, അതുമല്ലാത്ത മറ്റ് പല പേരുകളിൽ കൂടെ ഈ വലിയ സംഭവത്തെക്കുറിച്ച് അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ നമുക്ക് വിവരം നൽകിയത് നമുക്ക് ഖുർആനിൽ കൂടെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ കൂടെ പല നിലക്കും ആ സംഭവങ്ങളെക്കുറിച്ച് പല രൂപത്തിലും വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെയും ആ പറയുന്ന ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ മുമ്പ് ചില അടയാളങ്ങൾ, ലക്ഷണങ്ങളുണ്ട്. ഖുർആനിലും ഹദീസിലും അതിനെക്കുറിച്ച് വന്നതാണ്. ചെറുതും വലുതുമായി പണ്ഡിതന്മാർ എണ്ണലുണ്ട്. ഖിയാമത്ത് നാളിനോട് അടുത്ത ആ സമയങ്ങളിൽ, കാലങ്ങളിൽ വലിയ വലിയ അടയാളങ്ങൾ. ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ അടയാളങ്ങൾ, അതിൻ്റെ ഇടയിലുള്ള അടയാളങ്ങൾ ഈ രൂപത്തിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ എന്ന് പറയുന്ന ആ പറയുന്ന ആയത്തുകളിൽ കൂടെ ഇഖ്തറബത്തി സാ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, അതിൻ്റെ തെളിവ് എന്നോണം ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള സമയത്ത് മുശ്രിക്കീങ്ങളായ ആളുകൾ പ്രവാചകനാണ് എന്നുള്ളതിൻ്റെ മേൽ തെളിവായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു തെളിവ് ആവശ്യപ്പെട്ട സമയത്ത് ചന്ദ്രൻ പിളർന്നതായി ഹദീസിൻ്റെ കിതാബുകളിൽ സഹീഹായി വന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ കൂടെ അത് പറയുകയും ചെയ്തു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, അന്ന് ജുബൈർ ഇബ്നു മുത്ഇം അന്ന് മുശ്രിക്കായിരുന്നു, അദ്ദേഹം പറയാണ്, ഇൻഷഖൽ ഖമറു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു. ഹത്താ സ്വാറ ഫിർഖത്തൈൻ, അത് രണ്ട് കഷ്ണമായിട്ട് കാണുന്ന നിലക്ക്, ആളുകൾക്ക് മനസ്സിലാകുന്ന നിലക്ക്. അലാ ഹാദൽ ജബലി വ അലാ ഹാദൽ ജബൽ, മക്കയിലുണ്ടായിരുന്ന അറിയപ്പെട്ട രണ്ട് പർവ്വതങ്ങളിലേക്ക് ചൂണ്ടി ആ പർവ്വതത്തിൻ്റെ ഭാഗത്തൊരു ഭാഗം, മറ്റേ പർവ്വതത്തിൻ്റെ ഭാഗത്ത് ചന്ദ്രൻ്റെ മറ്റേ ഭാഗവുമായിട്ട് ഞങ്ങൾക്ക് കണ്ടു.
ഈ രംഗം കണ്ടപ്പോൾ മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു, അപ്പോഴും സഹറന മുഹമ്മദ് ഞങ്ങളുടെ കണ്ണ് കെട്ടിയതാണ്, അവൻ ഇവിടെ ഒരു മാജിക് കളിച്ചതാണ് എന്ന് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. വിശ്വസിക്കാൻ തയ്യാറായില്ല, ഇത്ര വ്യക്തമായ തെളിവ് കണ്ടിട്ടുകൂടി. അപ്പൊ മുശ്രിക്കീങ്ങളിൽപ്പെട്ട മറ്റു ചില ആളുകൾ പറഞ്ഞു, ഇൻകാന സഹറന, ഇത് അവന്റെ ഭാഗത്തിൽ നിന്നുള്ളൊരു മാജിക്കാണ്, നമ്മളെ കണ്ണ് കെട്ടിയിട്ടുള്ളൊരു പണിയാണ് എന്നുണ്ടെങ്കിൽ ഫമാ യസ്തതിഉ അൻ യസ്ഹറ അന്നാസ കുല്ലഹും, മറ്റു പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ, അവരെ എല്ലാവരുടെയും കണ്ണു മൂടാൻ അവനെ കൊണ്ട് കഴിയുകയില്ല എന്ന് മുശ്രിക്കീങ്ങൾ പറയുമാർ ഈ ഒരു സത്യം ആളുകൾക്ക് വ്യക്തമാകുന്ന നിരക്ക് ഈ പറയുന്ന ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ചന്ദ്രൻ പിളരുക എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് അല്ലാഹു ആയത്തിൽ യഖ്തറബത്തി സാഅതു, ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്, അതിന്റെ തെളിവ് എന്നോണം. അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരിക എന്ന് പറഞ്ഞത് തന്നെ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിലൊക്കെ പറഞ്ഞ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ ബഖിയ മിനദ് ദുനിയ ഫീമാ മളാ മിൻഹാ, അന്നത്തെ കാലത്ത് പ്രവാചകന്റെ കാലത്തിൽ പറയാണ്, ഈ ദുന്യവിയായ ഈ കാലഘട്ടം, ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ലാ കമാ ബഖിയ മിൻ യൗമിക്കും ഹാദാ ഫീമാ മളാ മിൻ, നിങ്ങളുടെ ഈ ദിവസത്തിൽ എത്രയാണോ ഇന്ന് കഴിഞ്ഞു പോയത് അതുപോലെയല്ലാതെ. സഹാബി ഈ പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയണോ, മാ നറാ മിനശ് ശംസി ഇല്ലാ യസീറ, വൈകുന്നേരമായി സൂര്യനിൽ നിന്ന് കുറച്ച് ഭാഗമേ അവർ കാണുന്നുള്ളൂ. ആ സമയത്താണ് റസൂൽ ഇത് പറഞ്ഞത്. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ സമയം വരെ എത്ര കഴിഞ്ഞുപോയി, അതുപോലെ ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഈ ദുന്യവിയായ ലോകം അത് ഇത്ര, ഈ സൂര്യത്തിൽ നിന്ന് നിങ്ങൾ എത്രയാണോ കാണുന്നു അതുപോലെയല്ലാതെ ബാക്കിയില്ല എന്ന്. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് റഹ്മഹുല്ലക്ക് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ, മറ്റുള്ള സഹീഹായ ഇമാം ബുഖാരി പോലത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ബുഇസ്തു വസ്സഅതു ഹാകദാ, എന്നെയും ഖിയാമത്ത് നാളിനെയും ഇങ്ങനെയാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അശാറ ബി ഇസ്ബഅഹി അസ്സബാബത്തി വൽ വുസ്ത, പ്രവാചകന്റെ നടുവിരലും അതിൻ്റെ അടുത്തുള്ള ചൂണ്ടുവിരലും മുസബ്ബിഹ വിരൽ എന്ന് പറയുന്ന രണ്ട് വിരലും അടുത്ത് പിടിച്ചുകൊണ്ട് എന്നെയും ഖിയാമത്ത് നാളിനെയും ഇങ്ങനെയാണ് അയക്കപ്പെട്ടിരിക്കുന്നത്, വളരെ അടുത്താണ്. അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ പ്രവാചകനാണ്. അതിന്റെ ശേഷം ഇനി പ്രവാചകന്മാരില്ല. അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ ഇനി അവസാനിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളത്. ഇങ്ങനത്തെ ഹദീസുകളും തെളിവുകളുമൊക്കെ വന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഖിയാമത്ത് നാളിന്റെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ മാത്രമേ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വനുഅ്മിനു ബി അശ്റാത്തി സാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിരുദ്ധമായ ചില അഖ്ലാലികളും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകളും ഇതിൽപ്പെട്ട പലതിനെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൗദൂദി പോലത്തെ ആളുകളൊക്കെ ദജ്ജാലിനെയൊക്കെ നിഷേധിക്കുന്നതായിട്ട് കാണാം. സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുകൂടി അത് അംഗീകരിക്കാതെ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അതിനൊക്കെ നിഷേധിക്കുന്ന, തള്ളുന്നത് കാണാൻ കഴിയും. മഹ്ദി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ, സാലിഹായ നല്ലൊരു മനുഷ്യൻ അവസാന കാലത്ത് വരും ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലത്തെ പേര് മുഹമ്മദ്. പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതായിരിക്കും, പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ള. ഈ പറയുന്ന മഹ്ദി എന്ന് പറയുന്ന ആ ഇമാം, ആ മഹാനായ സാലിഹായ മനുഷ്യൻ ഖിയാമത്ത് നാൾ അടുത്ത കാലത്ത് വരും, നീതിമാനായ ഭരണാധികാരിയായി ലോകത്തുണ്ടാകും. സഹിഹായ ഹദീസുകളിൽ വന്നത് അത് റാഫിളുകൾ, ഷിയാക്കളെ പോലത്തെ ആളുകൾ കുറച്ചു കാലം മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽ നിന്ന് ഒരാൾ ശത്രുക്കളെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിട്ടുണ്ട്, ആ മഹ്ദിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാദഗതികളുമായി വന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇങ്ങനത്തെ വളരെ വ്യക്തമായ ഈ തെളിവുകൾ, രേഖകളോടുകൂടെ വന്ന ഈ തെളിവുകളെ പല ആളുകളും കോട്ടിമാട്ടുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നത് കാണാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കൃത്യമായി ഈ തെളിവുകളാണ്, അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലത്തെ സത്യങ്ങളാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളങ്ങനെ വിശ്വസിക്കണം. ആ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാകുന്ന മിൻ ഖുറൂജി ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുക എന്ന് പറയുന്നത്. അതേപോലെ വനുസൂലി ഈസ ബനി മറിയം അലൈഹിസ്സലാം, ആ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ആകാശത്തിൽ നിന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും.
ശത്രുക്കൾ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു അവന്റെ മഹാനായ ആ പ്രവാചകനെ ആകാശത്തിലേക്ക് ഉപരിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. നസാറാക്കളായ ആളുകൾ ഇന്നും അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്നതും അവർ വിശ്വസിക്കുന്നതും അദ്ദേഹത്തിന് അവർ കുരിശിൽ നാട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ അതിൽ അവർക്ക് തന്നെ കൃത്യമായി അതിൽ തെളിവില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് കടന്നുപോയ ആ മനുഷ്യരിൽ ഈസാ നബിയുടെ രൂപത്തിന് അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉപരിയിലേക്ക് ഉയർത്തി. വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ റൂമിന്റെ ഉള്ളിൽ ഒരാളെയാണ് അവർ കണ്ടത്. ആ മനുഷ്യൻ ഈസയാണെങ്കിൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ ഒറ്റുകൊടുക്കാൻ വേണ്ടി കടന്നു പോയ വ്യക്തി എവിടെ? അതല്ല, ആ വ്യക്തി ഒറ്റുകൊടുക്കാൻ വേണ്ടി പോയ ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട കാപട്യമുള്ള വ്യക്തിയാണ് എങ്കിൽ ഈസ എവിടെ? അതിന് മറുപടി ഇന്നും അവര് കൃത്യമായി അവരുടെ അനുയായികൾക്കും ലോകത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിൽ തറച്ചു കൊന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ കുരിശിനെ ആദരിക്കും, ബഹുമാനിക്കും? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ചോദ്യം ചോദിച്ചവരോട്. ചെറിയ കുട്ടി അവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി, ഒരു മേശമ്മലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫർണിച്ചർ അവന്റെ തല തട്ടിയാൽ ഏറ്റവും ആദ്യം പോയി ആ സാധനത്തിന് അവൻ അടിക്കും. അവന്റെ അടി കൊണ്ട് അതിനൊരു ഫലം ചെയ്യൂല. പക്ഷേ ആ കുട്ടി അവനെ വേദനിപ്പിച്ചതിന് ദേഷ്യം കൊണ്ട് അടിക്കും, ചെയ്യൂലേ? ഈ കുട്ടിയുടെ ബുദ്ധി പോലും ഈ നസാറാക്കൾക്കില്ല എന്നുള്ളതാണ് സത്യം. അവരാദരിക്കുന്ന അവരുടെ ഇലാഹ് എന്ന് പറയുന്ന മനുഷ്യനെ, തറക്കപ്പെട്ട കുരിശിനെ എങ്ങനെ തോളിലേറ്റി കൊണ്ട് നടക്കും? പിന്നെ അതിനെ എങ്ങനെ ആദരിക്കും? കാണുന്ന സ്ഥലത്ത് വെച്ച് മുഴുവനും അതിനെ തകർക്കുക ചെയ്യുക. ബുദ്ധിയുള്ള മനുഷ്യൻ. ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളാണ് അവരത്. ഏതാണെങ്കിലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അദ്ദേഹത്തിനെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ വഞ്ചകനായ മനുഷ്യനിൽ ഈസാ നബിയുടെ രൂപത്തിന് അള്ളാഹു ഇട്ടുകൊടുത്തു. അള്ളാഹുവിന്റെ വലിയായ പ്രവാചകനായ അദ്ദേഹത്തിന് അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഖിയാമത്ത് നാളിനോടൊത്ത സമയത്ത് ആകാശത്തിൽ നിന്ന് ഇറങ്ങിവരും ഈ പറയുന്ന ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി, ഈ പറയുന്ന കുരിശുകളെ തകർക്കാൻ വേണ്ടി, ഈ അക്രമികളായ ജൂതന്മാരെ നശിപ്പിക്കാൻ വേണ്ടി. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ ഈ മഹത്തായ സഹായം കാത്തിരിക്കുന്നവരാണ്. അവർ എന്ത് തന്നെ ചെയ്താലും. വനുഅ്മിനു ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും ഏകദേശം അവസാനത്ത് വരുന്ന ഒരു അടയാളമാണ്. അതിന്റെ ശേഷം വിശ്വസിച്ചിട്ടോ പശ്ചാത്താപം ചെയ്തിട്ടോ ഇസ്തിഗ്ഫാറും തൗബ ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല. തൗബയുടെ കവാടങ്ങൾ അടക്കപ്പെടും. വഖുറൂജി ദാബത്തിൽ അർളി മിൻ മൗളിഇഹാ, ഒരു ജീവി, പ്രത്യേകമായൊരു ജീവി അത് പുറപ്പെടും. ആളുകളോട് അത് സംസാരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ തെളിവുകൾ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. അഷറാത്ത് എന്ന് പറയുന്നത് ഷറത്ത് എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്. അടയാളങ്ങൾ. സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പോലീസുകാർക്ക് ഷുർത്തി എന്നൊക്കെ പേരിൽ അവരെ പറയും. ഷുർത്തി എന്ന് പറയും. അതിന്റെ അർത്ഥം പ്രത്യേകമായ യൂണിഫോമും അടയാളങ്ങളുമുള്ള ധരിച്ച വ്യക്തികൾ എന്ന പേരിലാണ്. അപ്പൊ അഷ്റാത്ത് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, പ്രത്യേകമായ അടയാളങ്ങൾ. ഖിയാമത്ത് നാൾ വരും എന്നതിന്റെ മേൽ തെളിവായിക്കൊണ്ടുള്ള അടയാളങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു, ഫഹൽ യൻദുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഗ്ത. ഖിയാമത്ത് നാൾ പൊടുന്നനെ പെട്ടെന്ന് മുന്നിൽ കൂടെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഖിയാമത്ത് നാൾ വരുന്നതല്ലാതെ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഫഖദ് ജാഅ അഷ്റാത്തുഹാ, അതിന്റെ അടയാളങ്ങൾ പലതും വന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ പറഞ്ഞു, സഖുലതു ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരിച്ച നിലക്കുള്ള ഒരു വിപത്തായിട്ടാണ് ഖിയാമത്ത് നാൾ വരിക. ആകാശം പൊട്ടിത്തകരും, ഭൂമി തകരും. ഭൂമിയെ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഈ പറയുന്ന രൂപത്തിലും ഘടനയിലും അല്ലാതെ ഭൂമിയെ മാറ്റിമറിക്കപ്പെടും. ഇതൊക്കെ ആയത്തുകളുണ്ട്. ലാ തഅതീകും ഇല്ലാ ബഗ്തതൻ, പൊടുന്നനെ പെട്ടെന്നല്ലാതെ അത് ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് വരികയില്ല. ഖിയാമത്ത് നാൾ പെട്ടെന്ന്. ഏത് ദിവസമാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മത്തസ്സാഅത്തു, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളിലേറെ അതിനെക്കുറിച്ച് അറിവുള്ള ആളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രഹസ്യമാക്കി മറച്ചു വച്ചതാണ്. അതിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും നമുക്ക് കാണിച്ചു തരുന്നു, ചെറുതും വലുതുമായ അടയാളങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനോട് അടുത്തു എന്നുള്ളതിന്റെ അടയാളങ്ങൾ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു സമയത്ത് ചോദിക്കപ്പെട്ടു ഖിയാമത്ത് നാള് അതിന്റെ അടയാളങ്ങളെക്കുറിച്ച്. അതിന്റെ മുമ്പ് നമ്മളിതൊക്കെ എന്തിനാണ് അറിയുന്നത്, പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ
ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് മുഅ്മിനായ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളാനും ഈ പറയുന്ന അടയാളങ്ങൾ പലതും കണ്ട് തയ്യാറെടുപ്പ് നടത്താനും ലോകം അവസാനിക്കും. ഞാൻ എത്ര തന്നെ മുന്നോട്ട് പോയാൽ പോലും ഇതിൻ്റെ അവസാനമുണ്ട്, അന്ത്യമുണ്ട്. അങ്ങനെ ഖിയാമത്ത് നാളുണ്ട്. അങ്ങനത്തെ ജീവിതം പിന്നീട് തിരിച്ചു വരുന്ന മറ്റൊരു ജീവിതമുണ്ട്. ഇതിന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, നന്മകളിൽ മുന്നേറാൻ, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറുമായി മടങ്ങാൻ വേണ്ടി ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ തദ്കിറ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു, വൽ ഹിക്മത്തു ഫീ തഖ്ദീമിൽ അശ്റാത്തി വദലാലത്തിൻ നാസി അലൈഹ. ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇങ്ങനെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, താല്പര്യം, തംബീഹുന്നാസി മിൻ റഖദത്തിഹിം, ആളുകളുടെ അശ്രദ്ധയിൽ നിന്നും ആളുകളെ ഈ ഉറക്കു നടിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അവരെ ഉണർത്തലാണ്, ഉത്ബുദ്ധരാക്കലാണ്. വഹത്തുഹും അലൽ ഇഹ്തിയാത്തു ലി അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലാണ്. ബിത്തൗബത്തി വൽ ഇനാബത്തി, അവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഏത് സമയത്തും തയ്യാറെടുപ്പോടുകൂടെ ഇരിക്കാൻ. കൈലാ യുബാഗതു ബിൽ ഹൗലി ബൈനഹും വബൈന തദാറുക്കിൽ അവാരിദി മിൻഹും, അവരുടെ ഇടയിൽ തടസ്സങ്ങൾ സംഭവിച്ച് പെട്ടെന്ന് ഖിയാമത്ത് നാൾ വന്ന് അപകടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫയംബഗി ലിന്നാസി അൻ യകൂനു ബഅദ ളുഹൂരി അശ്റാത്തി സാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഇങ്ങനെ നിരന്തരം ഒന്നിന്റെ പിറകെ ഒന്നായിക്കൊണ്ട് കാണുമ്പോൾ അവര് ഈ പറയുന്ന അൻ യകൂനു ബഅദ ളുഹൂരി അശ്റാത്തി സാത്തി ഖദ് നളറു ലി അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ വിജയത്തിന് വേണ്ടി അവർ നോക്കണം, ശ്രദ്ധിക്കണം. വൻ ഖത്ഉ അനിദ് ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള മുറിഞ്ഞ് പരലോകത്തിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയുമായി കഴിച്ചുകൂട്ടണം. ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഖിയാമത്ത് നാൾ വരും, ആ ദിവസത്തിലുള്ള വിജയത്തിന് വേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തണം. ഇങ്ങനെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഇമാം സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മുഅ്മിനീങ്ങളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നേരെ മറിച്ച് കുഫാറുകൾ കണ്ണിൽ കണ്ടത് അവർ വിശ്വസിക്കും. മുഅ്മിനീങ്ങൾ കണ്ണിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും, അവരുടെ ബുദ്ധിക്ക് താങ്ങിയാലും താങ്ങിയില്ലെങ്കിലും, ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും, അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യം ഉള്ളതാണ് എന്ന് വിശ്വസിക്കും, അംഗീകരിക്കും, അതിനനുസരിച്ച് തയ്യാറെടുപ്പ് നടത്തും. അതൊക്കെയാണ് ഈ പറയുന്നത് പഠിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അലാമാതു സാഅത്തി കസീറ വ മുതനവ്വിഅ, ധാരാളമുണ്ട്, പല രൂപത്തിലാണ്. അതിൽപ്പെട്ട ചെറിയ അടയാളങ്ങൾ എന്ന് പറയുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിലും അതിന്റെ ശേഷവുമൊക്കെ ബാക്കി സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ട് വന്നതാണ്. അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നതിൽ പ്രവാചകൻ പറഞ്ഞുകൊടുത്ത ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തതാവുലുന്നാസി ഫിൽ ബുൻയാൻ, ആളുകൾ ചെറ്റപ്പെരകളിൽ ജീവിച്ചിരുന്ന ആളുകൾ, ചെറിയ ചെറിയ കൂരകളിൽ കഴിച്ചുകൂട്ടിയിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് വലിയ വലിയ കൊട്ടാര സമൃദ്ധമായ, കൊട്ടാര തുല്യമായ വീടുകളെടുത്ത് അതിൽ അഭിമാനം കൊള്ളുക എന്ന് പറയുന്നത്. ആവശ്യത്തിലേറെ ഭൗതികമായ ഈ ഭവനങ്ങളുടെ കാര്യത്തിൽ ആളുകൾ നീട്ടി വലിച്ചെടുക്കുക എന്നുള്ള ഖിയാമത്ത് നാളിന്റെ അടയാളം. നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ വീടുകൾ, ചെറ്റപ്പുരകൾ, വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളായിരുന്നു. ഇന്ന് ആളുകൾ വലിയ വലിയ കൊട്ടാര തുല്യമായ വീടുകൾ പലരും എടുത്ത് നീട്ടി വലിച്ചെടുക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ കൗനിൽ ഹുഫാത്തി അൽ ഉറാത്തിൽ ആലത്തി മിനൽ അറബി യകൂനു റൂസൻ നാസ്, അറബികളായ പ്രത്യേകിച്ച് അറബികൾ, ആടുകളെ മേക്കുന്ന, കാലിൽ ചെരുപ്പില്ലാത്ത, നഗ്നരായ, ഭൗതികമായ വിഭവങ്ങൾ വളരെ പരിമിതമായി ഉണ്ടായിരുന്ന ആളുകൾ ലോകത്തിന്റെ തലപ്പത്ത് വരിക. ലോകത്തുള്ള ആളുകൾ അവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആളുകൾ ശ്രദ്ധിക്കുന്ന, ഇന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കൃത്യമായി ആ പറയുന്ന തെളിവുകൾ അറേബ്യൻ നാടുകളിലൊക്കെ പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകത്തറിയപ്പെട്ട വലിയ വലിയ രാജ്യത്തിന്റെ തലവന്മാര് നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അവർ ബഹുമാനത്തോടെ കാണുന്നു, അവർ ആദരവോടെ കാണുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമാറ് ലോകത്തിന്റെ തലപ്പത്ത് നേതൃത്വത്തിൽ വരിക എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ അറബികളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ പറയുന്ന പ്രവചനം കൃത്യമായി പുലർന്നത് കാണുന്നു. അതേപോലെ കസറത്തു സറാരി ബൈനന്നാസ്, അടിമ സ്ത്രീകൾ പ്രത്യേകിച്ച് വർദ്ധിക്കുക എന്ന യുദ്ധങ്ങളും മറ്റുമുണ്ടായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ധാരാളമുണ്ടായിരുന്നു. ഇന്നും പല രാജ്യങ്ങളിലുണ്ട് താനും
ഉണ്ട് താനും. ഇതൊക്കെ ഹദീസുകളിൽ സഹിഹായി വന്ന കാര്യങ്ങളാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവാണ് ഖില്ലത്തുൽ ഇൽമി വ കസ്റത്തുൽ ജഹൽ. ശർഈയായ ദീനിന്റെ ഇൽമ്, വിജ്ഞാനം വളരെ കുറവ്. ആളുകൾക്ക് ദീനിന്റെ ഇൽമില്ല, ജഹല് അറിവില്ലായ്മ ധാരാളം. സമൂഹങ്ങളിൽ എവിടെ ചെന്നാലും പണ്ഡിതന്മാരുടെ കുറവ്, ഇൽമ് പഠിക്കുന്നവരുടെ കുറവ്, ഇൽമുള്ള ആളുകളുടെ കുറവ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വഫുശുവുൽ മആസി വളുഹൂറുൽ മആസി ഫിൽ ബുൽദാൻ. രാജ്യങ്ങളിൽ പല ജാതി പാപങ്ങൾ, പലിശയാണെങ്കിൽ, വ്യഭിചാരമാണെങ്കിൽ, മദ്യപാനമാണെങ്കിൽ, നഗ്നതയാണെങ്കിൽ, അതേപോലെ തന്നെ കാരണമില്ലാത്ത കൊലകളാണെങ്കിൽ, ഇങ്ങനത്തെ തെറ്റുകളും പാപങ്ങളും അത് പെരുക്കുക എന്ന് പറയുന്നു. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ സഹിഹായ ഹദീസുകളിൽ കൂടെ ഈ കാര്യങ്ങൾ വന്നതാണ്. ഇൽമിന്റെ കാര്യത്തിൽ ഇൽമ് കുറയുക എന്ന് പറയുന്ന ആ വിഷയം അത് വളരെ വ്യക്തമായി നമുക്ക് അറിയുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരിക്കലൊരു ഹെഡിങ് കൊടുത്ത് ബാബു റഫഇൽ ഇൽമി വളുഹൂരിൽ ജഹൽ. ഇൽമിനെ ഉയർത്തപ്പെടും. അങ്ങനെ അറിവില്ലാത്ത സമൂഹങ്ങളായി, വിവരമില്ലാത്തൊരവസ്ഥ, ജാഹിലീങ്ങൾ, ജഹല് സമൂഹത്തിൽ അത് വർദ്ധിക്കും. ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വഫാത്തായി മരണപ്പെടൽ കൊണ്ടാണ്. അല്ലാതെ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഇൽമിനെ ഉയർത്തപ്പെടലില്ല. ഇൽമിനെ ഉയർത്തപ്പെടാൻ പണ്ഡിതന്മാർ മരിച്ചു പിരിഞ്ഞു പോകും. അവർക്ക് പകരം വെക്കാൻ ആളുകളില്ല. അങ്ങനെ പിന്നെ ഇത്തഖദന്നാസു റൂസൻ ജുഹാലൻ, വിഡ്ഢികളായ തലവന്മാര് നേതൃത്വങ്ങളെ തലപ്പത്ത് വെക്കും. അവർ ഫത്വയും മതവിധികളും നിർദ്ദേശങ്ങളും കൊടുത്ത് വല്ലു ഫഅളല്ലു, അവരും വഴിപഴക്കും, ആളുകളെ വഴിപഴപ്പിക്കുകയും ചെയ്യും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹെഡിങ് കൊടുത്തിട്ട് പറഞ്ഞു, വഖാല റബീഅത്തു, ഇമാം റബീഅ ഇബ്നു അബി അബ്ദുറഹ്മാൻ, മഹാനായ പണ്ഡിതൻ, മദീനയിലുണ്ടായിരുന്ന ആ ഹദീസിന്റെ പണ്ഡിതൻ ഒരിക്കൽ പറഞ്ഞു, ലാ യംബഗി ലി അഹദിൻ ഇൻദഹു ശൈഉൻ മിനൽ ഇൽം. അല്ലാഹുവിന്റെ ദീന് ശർഈയായ ഇൽമാരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് യോജിച്ചതല്ല അൻ യുളിഅ നഫ്സഹു, അവന്റെ ശരീരത്തെ പാഴാക്കി കളയാതെ കൂടുതൽ പഠിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് കഴിവിന്റെ പരമാവധി അത് പഠിപ്പിച്ചു കൊടുത്ത് ഈ ഇൽമു ഉയർന്നു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി അങ്ങനെ തന്നെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യുർഫഅൽ ഇൽം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇൽമിനെ ഉയർത്തപ്പെടും. അഥവാ പണ്ഡിതന്മാർ മരിച്ചു പിരിഞ്ഞു പോകും. അവർക്ക് പകരമായിട്ട് പിന്നീടോടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ വരാത്ത ഒരു പരിതാപകരമായ അവസ്ഥയുണ്ടാകും. വയസ്ബുത്തുൽ ജഹൽ, ജഹലായിരിക്കും, അറിവില്ലായ്മയായിരിക്കും പിന്നെ സമൂഹത്തിലുണ്ടാകുക. വയുശ്റബൽ ഖംറു വയദ്ഹറു സിന, മദ്യപാനം അത് വർദ്ധിക്കും. ദിനം പ്രതി അതിന്റെ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ദിനം പ്രതി കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ വ്യഭിചാരം അത് പ്രകടമായി അത് സമൂഹങ്ങളിൽ അതുണ്ടാകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അപേക്ഷിച്ച് ആ കാര്യങ്ങളൊക്കെ യാതൊരു സംശയമില്ലാത്ത നിലക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത, ലാ ഉഹദ്ദിസന്നകും ഹദീസൻ ലാ യുഹദ്ദിസുകും അഹദുൻ ബാദി, നിങ്ങൾക്ക് ഞാൻ പ്രവാചകനിൽ കേട്ടൊരു ഹദീസ് പറഞ്ഞു തരാം, വേറൊരാൾ ഈ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ല. സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മിൻ അശ്റാത്തി സാഅത്തി അൻ യഖില്ലൽ ഇൽമു വയദ്ഹറൽ ജഹൽ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് കുറയുക, ജഹൽ അത് പ്രകടമാകുക എന്നുള്ളത്. വയദ്ഹറു സിന, അതേപോലെ വ്യഭിചാരം അത് പ്രകടമായി പ്രത്യക്ഷത്തിൽ തന്നെ അത് സമൂഹത്തിൽ വരും. സ്ത്രീകൾ വർദ്ധിക്കും. വയഖില്ലു റിജാൽ, പുരുഷന്മാർ കുറയും. അല്ലാഹുവിന്റെ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് ഖിയാമത്ത് അടുത്ത കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ കുറയും. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞ വലിയ സംഘടനകളും കുഴപ്പങ്ങളും കാര്യം പുരുഷന്മാർ കുറയും, സ്ത്രീകൾ. അതല്ല, മാതാക്കള് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പുരുഷന്മാരെ അപേക്ഷിച്ച് പെൺകുഞ്ഞുങ്ങളാകാനാണ് കൂടുതലാകാനാണ് സാധ്യത. ഇത് ഹത്താ യകൂന ലി 50 ഇംറഅ അൽ ഖയ്യിമുൽ വാഹിദ്, 50 സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു പുരുഷനൊക്കെ ഉണ്ടാകുന്ന പരിതാപകരമായ അവസ്ഥ. ഒക്കെ ഭർത്താക്കന്മാർ എന്നുള്ളതല്ല, സഹോദരിയായിട്ടും മറ്റുള്ളവരായിട്ടും അവർക്ക് സംരക്ഷണം കാര്യത്തിനും വേറെ പുരുഷന്മാർ കുടുംബത്തിലില്ലാത്ത അവസ്ഥകൾ വരും ഈ നിലക്ക്. അപ്പൊ ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൂടെ വന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ചെറിയ അടയാളങ്ങൾ ധാരാളം സമൂഹത്തിൽ നിന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് വലിയ അടയാളങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സ്വാലിഹായ നല്ലവനായ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ വരും. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സഹീഹായി വന്ന ഹദീസുകളുണ്ട്. വഹുവ റജുലുൻ മിൻ ബൈത്തിൻ നുബുവത്തി, പ്രവാചകന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. ഫാത്തിമ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകന്റെ പേരമക്കൾ ആ പരമ്പരയിൽ നിന്ന് വന്ന ആളായിരിക്കും. ഖിയാമത്ത് നാളിൽ അദ്ദേഹം വരും. യംലഉൽ അർള അദ്ലൻ വഖിസ്തൻ, ഭൂമിയിൽ അദ്ദേഹം 6, 7, 8, 9 വർഷക്കാലം അദ്ദേഹം ജീവിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികൾക്കുള്ള സംശയമാണ് 7 വർഷമെന്നോ 8 വർഷമെന്നോ 9 വർഷമെന്നോ. അദ്ദേഹം ഭൂമിയിൽ ജീവിക്കും, അങ്ങനെ ഭരണം നടത്തും, ഭരണാധികാരിയായി ജീവിക്കും. അങ്ങനെ ആ ഭരണത്തിന്റെ കാലത്ത് ഭൂമിയിൽ അദ്ദേഹം നീതി കൊണ്ട് നിറക്കും. ബഅദമാ മുലിഅത് ജൗറൻ, സമൂഹത്തിൽ രാജ്യങ്ങളിൽ മുഴുവൻ അക്രമം അഴിഞ്ഞാടുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വരവുണ്ടാകുക. യകൂനു മുസ്തഖീം അലാ ദീനില്ലാഹി, അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന നീതിമാനായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ഭരണം നടത്തുന്ന ആളായിരിക്കും. അള്ളാഹുവിന്റെ ശറഅ അനുസരിച്ച് ഭരണം നടത്തും. വയുഖീമു അംറല്ലാഹി ഫീ അർളില്ലാ, ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ശറഅ നിലനിർത്തും അദ്ദേഹം. ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതിന്റെ അല്പം മുമ്പായിട്ട് ചില ആളുകൾ പറയലുണ്ട്, ദജ്ജാലി ഇറങ്ങി വന്നാൽ കൊല്ലപ്പെടുന്ന ഒരു യുവാവുണ്ട്, അത് ഇദ്ദേഹമാണ് എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. കൃത്യമായി അതിനെക്കുറിച്ച് ഹദീസുകൾ വന്നത് പറയപ്പെടുന്നില്ല. ഇമാം മഹ്ദി റഹിമഹുല്ലാ, ഇമാം മഹ്ദി അദ്ദേഹം ഈ ലോകത്ത് വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വരവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ സഹായവും നേതൃത്വവും നൽകിക്കൊണ്ട് അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലും പ്രതാപത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാലത്ത് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, അൽ മഹ്ദിയു മിൻ ഇത്രത്തി, മഹ്ദി എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആൾ. മിൻ വലദി ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സമീഅതു അബൽ മലീഹ് യുസ്നി അലാ അലി, ഈ ഹദീസ് സഹിഹാണ്. നാസിറുദ്ദീൻ അൽബാനി പോലത്തെ സഹിഹാണ് എന്ന് പറഞ്ഞ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. മറ്റു റിവായത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്ദിയു മിന്നി, എന്നിൽപ്പെട്ട ആളാണ്. അജ്ലൽ ജബ്ഹത്തി അഖ്നൽ അൻഫ്, അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായ, അതേപോലെ തന്നെ മൂക്ക് കുറച്ച് പൊന്തി അതിന്റെ നടുഭാഗം വളഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം അങ്ങനെയായിരുന്നു. അതേപോലെ യംലഉൽ അർള ഖിസ്തൻ വഅദ്ലൻ, ഭൂമിയിൽ അദ്ദേഹം നീതിയാൽ നിറക്കും ഭരണകാലത്ത്. കമാ മുലിഅത് ജൗറൻ വദുൽമൻ, അക്രമമായിരിക്കും അദ്ദേഹം വരുന്ന സമയത്ത്. യംലിക്കു 7 സിനീൻ, ഈ ഹദീസിൽ പറഞ്ഞു 7 വർഷം അദ്ദേഹം ഭരണം നടത്തുമെന്നുള്ളത്. മറ്റു റിവായത്തിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖശീന അൻ യകൂന ബഅദ നബിയിന ഹദസ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ പേടി വന്നു. അപ്പം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പം അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫീ ഉമ്മത്തി അൽ മഹ്ദി, എന്റെ ഉമ്മത്തിൽ മഹ്ദി എന്ന് പറയുന്ന ഒരാൾ വരാനിരിക്കുന്നു. യഖ്റുജു, അദ്ദേഹം വരും. യഈഷു 5 ഔ 7 ഔ 9, ഇങ്ങനെയൊക്കെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. 5 വർഷം, അതല്ല 7, അതല്ല 9, എങ്ങനെയാണോ റസൂൽ പറഞ്ഞത്? സെയ്ദ് എന്ന് പറയുന്ന റാവിക്ക് സംശയമുണ്ടായത്. അപ്പോൾ കുൽനാ, ഞങ്ങൾ ചോദിച്ചു, അമാദാഖ്, അപ്പൊ എന്താണ് ഈ 5, 7, 9? അദ്ദേഹം പറഞ്ഞു, സിനീൻ, വർഷങ്ങൾ. അങ്ങനെ ഫയജിഉ ഇലൈഹി റജുലുൻ, ഭൂമി അതിന്റെ അനുഗ്രഹങ്ങൾ, അതിന്റെ നദികൾ, ഭൂമി മറച്ചുവെച്ച നദികൾ അത് പുറത്തേക്ക് കൊണ്ടുവരും. നീതിയുക്തമായ വിശാലമായ സുഭിക്ഷമായ ഒരു കാലഘട്ടമായിരിക്കും അത് എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തൊരു മനുഷ്യൻ സഹായം തേടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറയും, യാ മഹ്ദി ആതിനി ആതിനി, എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകി, സഹായം നൽകി. അപ്പൊ അദ്ദേഹം ഏറ്റാൻ മാത്രം സമ്പത്ത് അവന്റെ വസ്ത്രത്തിൽ വാരിക്കോരി കൊടുക്കും, എണ്ണാതെ കണക്ക് നോക്കാതെ വിശാലമായിട്ട്. ഇത് ഹദീസിൽ വന്നത് ഇമാം തുർമദി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തതാണ്, സഹീഹാണ്. വേറെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, മുഹമ്മദ് ബിൻ ഹനഫിയ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്ദിയു മിന്ന അഹ്ലിൽ ബൈത്ത്, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ, ഒരൊറ്റ രാത്രിയിലാണ് അദ്ദേഹത്തിന് ഭരണത്തിന് പറ്റുന്ന ഒരു പ്രാപ്തിയിൽ അല്ലാഹു ആക്കുക അദ്ദേഹത്തിന്, ഒരൊറ്റ രാത്രി കൊണ്ട്.
അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഭൂമിയിൽ നീതി കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഭരണം നടത്തുന്ന കാലഘട്ടം പറഞ്ഞു. ഇതാണ് മഹദി. നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുള്ള ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഈ പറയുന്ന ഹദീസുകളിൽ കൂടി സന്തോഷ വാർത്ത ഉമ്മത്തിന് അറിയിച്ചു പോയത്, ഭൂമിയിൽ അനീതിയും അക്രമവും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളും ശക്തികളും ഇവിടെ അഴിഞ്ഞാടുമ്പോൾ ഒരു മുസ്ലിം ഒരിക്കലും നിരാശയിലേക്ക് ഒരിക്കലും പോകരുതേ. ഒക്കെ കഴിഞ്ഞു, ഒക്കെ തകർന്നു, ഇനി മുന്നോട്ടില്ല എന്നുള്ള നിരാശ ഒരിക്കലും അവനെ പിടികൂടരുത്. അള്ളാഹുവിന്റെ സഹായങ്ങൾ വരും, ഈ ഉമ്മത്തിന് ഇസ്സത്ത് വരും. അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ സഹായിക്കും. വിജയവും ഇസ്സത്തും പ്രതാപവും ഉയർച്ചയും നിലനിൽപ്പും ഇനിയും ഈ ഉമ്മത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെടരുത്. അതിന്റെ കൂടെ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഹദി വരും, ഈസാ നബി വരും എന്ന് കരുതി കാത്തു നിൽക്കാതെ അവരൊക്കെ വരുമ്പോ അവരെ കൂടെ കൂടാൻ പറ്റുന്ന പ്രാപ്തിയുള്ള, അതിന് പറ്റുന്ന ആദർശമുള്ള, അതിന് പറ്റുന്ന സത്യസന്ധതയുള്ള, നന്മയുള്ള ആളുകളായി ഈ ദീനിൽ അടിയുറച്ചു നിൽക്കണം. അവരെപ്പോഴാ വരിക എന്ന് കൃത്യമായ സമയം നമ്മോട് പറഞ്ഞിട്ടില്ല. അവരൊക്കെ വരുമ്പോൾ അവരുടെ അനുയായികളാകാൻ പറ്റുന്ന, അവരെ കൂടെ കൂടാൻ പറ്റുന്ന, അവർക്ക് നമ്മെ കൂട്ടാൻ പറ്റുന്ന നിലക്കുള്ള ആളുകൾ ഉമ്മത്തായി കൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കാൻ തയ്യാറാകണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. അവരൊന്നും കൂടെ കൂടാൻ പറ്റാത്ത, അവർക്കൊന്നും അടുപ്പിക്കാൻ പറ്റാത്ത കൗമായി നമ്മൾ അധകൃതരായി തകർന്ന് പോകും ചെയ്യരുത്. ഈ ദീനിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. ഒരു കാര്യം, അദ്ദേഹത്തിന് അള്ളാഹു ഒരൊറ്റ രാത്രിയിൽ നന്നാക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇൽമില്ല എന്നോ ഇബാദത്തില്ല എന്നോ ഒന്നുമല്ല അർത്ഥം. അദ്ദേഹത്തിന് പോലും അറിയൂല ഞാൻ ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ആളാണ് എന്നുള്ളത്. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ രീതിയാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന സമയത്ത് മക്കയിൽ ഇതുപോലത്തെ വൃത്തികേടുകൾ അഴിഞ്ഞാടുന്ന, ശിർക്കും കുഫറും ബിദ്അത്തും ഖുറാഫാത്തും ദലാലത്തും പാപങ്ങളും അഴിഞ്ഞാടുന്ന സമൂഹമായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ മാറി നിന്നുകൊണ്ട് ഹിറ എന്ന് പറയുന്ന മലയുടെ മുകളിലുള്ള ഗുഹയിൽ പോയി പല ദിവസങ്ങളും കഴിച്ചുകൂട്ടുമായിരുന്നു. ഈ സമൂഹത്തിനെ എങ്ങനെ നന്നാക്കും, ഇതിന് പരിഹാരം എന്തു ചെയ്യും? ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ കൂടെ കൂടാനോ അവരെ കൂടെ നിൽക്കാനോ ഇത് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ട് താനും. പക്ഷെ ഇവരെ ഇങ്ങനെ നേതൃത്വം കൊടുത്തിട്ട് ഈ സമൂഹത്തിനെ ഉയർത്തി കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്ന് പറയുന്ന ഒരു തോന്നൽ പോലും അള്ളാഹുവിന്റെ റസൂലില്ല താനും ആ സമയത്ത്. പക്ഷേ അങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കലായിരുന്നു. ചില പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെട്ട ചില വിഷയങ്ങൾ ഇങ്ങനെയുണ്ട്. ഇൽമുണ്ടാകും, ഇബാദത്തുണ്ടാകും, തഖ്വ ഉണ്ടാകും. പക്ഷേ സമൂഹം അതുപോലത്തെ അധപ്പതനത്തിലെത്തിയാൽ എങ്ങനെ ഇവർക്ക് നേതൃത്വം കൊടുക്കും, എങ്ങനെ ഈ സമൂഹത്തിനെ രക്ഷിക്കും, എവിടുന്ന് തുടങ്ങും, എന്തു ചെയ്യും എന്ന് അറിയാത്ത അവസ്ഥയിൽ ഈ ഇൽമും ഇബാദത്തും തഖ്വയുമുള്ള ആളുകൾ ഉൾവലിഞ്ഞു പോകും ചിലപ്പോൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് അതിന് നേതൃത്വം കൊടുക്കാൻ, അവന്റെ സാലിഹീങ്ങളായ ഉമ്മത്തിന്റെ മുന്നിൽ നിൽക്കാൻ അതിന് പ്രാപ്തരായ ആളുകളാണെങ്കിൽ അവരതിന് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു അവരെ ആവശ്യമുള്ള സമയത്ത് മുന്നോട്ട് കൊണ്ടുവരും. അതിനുള്ള സഹായം, തൗഫീഖ്, അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ മഹദിയുടെ കാര്യത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിനെ അള്ളാഹു നന്നാക്കിയെടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, ദീനിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഏറ്റവും നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയൂല ഈ സമൂഹത്തിനെ എങ്ങനെ നേതൃത്വം കൊടുക്കും, എങ്ങനെ നന്നാക്കിയെടുക്കും, എവിടുന്ന് തുടങ്ങും, എന്തു ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരൊറ്റ രാത്രിയിൽ ആളുകൾ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം പിന്നെ ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ഇത്തരം നീതിയോടെ അള്ളാഹുവിന്റെ ദീനിലും ദുന്യാവിലും ഇത്ര ഖൈറാത്തോടുകൂടെ നേതൃത്വം കൊടുത്ത് ഭരണം നടത്തുകയും ചെയ്യും. ആ ഉടനെ പിന്നെ ദജ്ജാൽ വരുന്നതും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും ലോകത്തിന്റെ അവസാനത്തോടടുത്ത ഈ കാര്യങ്ങൾ നടക്കൽ അപ്പോഴാണ്. അപ്പൊ ഇതിൽ നിന്ന് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ ഒരിക്കലും നിരാശയിലേക്ക് പോകരുതേ. ലോകം അവസാനിച്ചു, തകർന്നു, ഇനിയൊരു വിജയമില്ല, ഇനി മുന്നോട്ട് പോകാൻ മാർഗമില്ല, മുസ്ലിമീങ്ങൾ നമ്മൾ എപ്പോഴും അധകൃതരാണ് എന്ന് ആ നിരാശ ഒരിക്കലും മുസ്ലിമീങ്ങളെ പിടികൂടാൻ അവസരം ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ ദീനിലും അള്ളാഹുവിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനും ഈ പറയുന്ന ഉത്തമരായ ആളുകൾ വരുന്ന സമയത്ത് നമുക്കോ അതല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കോ അവരെ കൂടാനും
അവർക്ക് അടുപ്പിക്കാനും പറ്റുന്ന ആദർശത്തോടു കൂടെ മുന്നേറാൻ തയ്യാറാകണം എന്ന് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ദജ്ജാൽ പുറപ്പെടുമെന്ന് പറയുന്ന ദജ്ജാലിനെ കുറിച്ച് അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല ചെറിയ നിലക്ക് ഇവിടെ പറയുന്ന ഭാഗങ്ങൾ ഞാനിന്ന് വായിക്കുന്നു. അതോടുകൂടെ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നൽകിയ വിശദമായ ദീർഘമായ ചില ഹദീസുകളുണ്ട്. വരുന്ന സദസ്സുകളിൽ അള്ളാഹുവിന്റെ ഫളല് കൊണ്ട് തൗഫീഖ് കൊണ്ട് നമുക്ക് ചെറിയ നിലക്കത് വായിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന ദജ്ജാലി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹം ഇതിൽ വിശദീകരണമായി പറയുന്നത് ഹുവ അവ്വലുൽ അലാമാത്തിൽ കുബറ, ഈ മഹ്ദി എന്ന് പറയുന്ന ഇമാമിന്റെ ശേഷം പിന്നീട് ഈ ഭൂമിയിൽ വരുന്ന ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ നിന്നുള്ള അടയാളമാകുന്ന ദജ്ജാലി എന്ന് പറയുന്ന ആ വ്യക്തി വഹുവ മിനൽ യഹൂദ്. ഈ പറയുന്ന ദജ്ജാല് ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. വയദ്ദഇ റുബൂബിയ, അവൻ ഏറ്റവും ആദ്യം റബ്ബാണ് എന്ന് വാദിക്കുന്ന ആളാണ്. വമഅഹു ഖവാരിഖുൻ ശൈത്താനിയ, മനുഷ്യരായ ആളുകളെ വഞ്ചനയിൽപ്പെടുത്തുന്ന അത്ഭുതകരമായ പല കാര്യങ്ങളും അവന്റെ കൂടെയുണ്ടാകും. ആളുകൾക്ക് പരീക്ഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത ചില സിദ്ധികളും ചില കഴിവുകളും പൈശാചികമായ ഈ ലോകത്തുള്ള സിഹർ, അതേപോലെ തന്നെ ജാലവിദ്യകള്, മാജിക്കുകൾ, കൺകെട്ടുകൾ പോലത്തെ കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് കള്ളത്തരം വാദിച്ചുകൊണ്ട് സമൂഹത്തിനെ വഴിപഴപ്പിക്കുന്ന ആളുകളിൽ മുഴുവനും ഈ ദജൽ എന്ന് പറയുന്ന ഈ പണി ഉണ്ട് താനും. പ്രവാചകത്വം വാദിച്ചു വന്ന പല ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ആളുകളെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, നല്ല മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന പല ജാതി ആളുകളും, അവരിലൊക്കെ ഈ പറയുന്ന ജൂതനായ മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട സ്വഭാവങ്ങളുണ്ട്. അവരൊക്കെ ചെറിയ ദജ്ജാലുകളാണ്. ഇവൻ ഏറ്റവും വലിയ ദജ്ജാലാണ്. കള്ളൻ കദ്ദാബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളനായ മനുഷ്യനാണ്. പക്ഷെ ആളുകൾക്ക് പരീക്ഷണം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നൽകി അവനെ പറഞ്ഞയക്കുന്നതാണ് ആളുകളെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. യഉമുറുസ് സമാഅ ഫതുംതിർ, ആകാശത്തിലേക്ക് ചൂണ്ടി മഴ വർഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മഴയുടെ കാലം അല്ലെങ്കിൽ പോലും ആ ആകാശം മഴ വർഷിക്കും. വയഉമുറുൽ അർള ഫയുഖ്രിജു മാ ഫിഹാ മിനൽ കുനൂസി വന്നബാത്, ഭൂമിയിലേക്ക് ചൂണ്ടി നിന്നിൽ മറച്ചുവെച്ച വിഭവങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവാ എന്ന് അവൻ നടന്നു പോകുന്ന സ്ഥലത്തുള്ള ഭൂമിയോട് പറയുമ്പോൾ തരിശായി കിടക്കുന്ന, വറ്റിവരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അവിടെയുള്ള വിഭവങ്ങൾ സസ്യങ്ങളായിട്ടും അതേപോലെ തന്നെ അവിടെയുള്ള സമ്പാദ്യങ്ങളായി സ്വർണ്ണവെള്ളി പോലത്തെ ലോഹങ്ങളും മറ്റും അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഭൂമിയും ആകാശവും അവന് വഴിപ്പെടുന്നത് ജനങ്ങൾക്ക് കാണാൻ കഴിയും. ദജ്ജാൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഏറ്റവും ശക്തമായ ഒരു പരീക്ഷണമായി അള്ളാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും അവന്റെ ഷർറിൽ നിന്ന് അവരുടെ സമുദായങ്ങൾക്ക് താക്കീത് നൽകിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശക്തമായി തന്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തി വരും, കരുതിയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പല വാക്കുകളിൽ കൂടെ അവന്റെ പല അടയാളങ്ങളും ലക്ഷണങ്ങളും അവന്റെ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് താക്കീത് നൽകിയതാണ് ഈ മനുഷ്യന്റെ. ലിഅന്നല്ലദീന യഫ്തതിനൂന ബിഹി കസീർ, ഈ ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ധാരാളം ആളുകൾ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകും. ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. വസുമ്മിയ ദജ്ജാലൻ വഹാദിഹിൽ ഫിത്നത്തു, അവനെ കൊണ്ട് അശദ്ദു മാ മാഹു മിനൽ ഫിത്നി വമാഹു ജന്നത്തുൻ വനാർ, അവന്റെ കൂടെ സ്വർഗമുണ്ടാകും, അവന്റെ കൂടെ നരകമുണ്ടാകും. നേരെ വിപരീതമായി അവന്റെ കൂടെയുള്ള സ്വർഗം യഥാർത്ഥത്തിൽ നരകവും, അവന്റെ കൂടെയുള്ള നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമായിരിക്കും. അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കേട്ട ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, പക്ഷെ അവര് നരകത്തിലേക്കാണ് പോകുക. അവന് എതിരായ ആളുകളെ, അവനനുസരിക്കാത്ത ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അവർ യഥാർത്ഥത്തിൽ മരണത്തോടുകൂടെ സ്വർഗത്തിലേക്കാണ് പോകുക. വയഅതി അലാ ജമീഇൽ അർളി ഇല്ലാ മക്ക വൽ മദീന, മക്ക മദീനയല്ലാത്ത മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും അവൻ ചുറ്റി സഞ്ചരിക്കും. മക്ക മദീനയിലേക്ക് കടക്കാൻ അവൻ അനുവദിക്കാതെ ഊരിപ്പിടിച്ച വാളുകളുമായി കാവൽ അള്ളാഹു അവിടെ വെക്കും, അവിടെ നിശ്ചയിക്കും എന്ന് പറഞ്ഞ ഹദീസുകൾ ഉണ്ട്. സഹിഹായ ഹദീസുകൾ കാണാൻ കഴിയും. ഈ പറയുന്ന ഫിത്നകൾ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണം വെച്ചത്? അത് തുമയ്യിസുൽ മുഅ്മിന മിനൽ കാഫിർ,
മുഅ്മിനീങ്ങൾ ഇന്നതാണ്, കുഫാറുകൾ ഇന്നതാണ്. ഈ ലോകത്ത് പല ജാതി പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കൊണ്ടുവരും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, ചില സമയത്ത് നന്മ ഉണ്ടാകും, ചില സമയത്ത് തിന്മ ഉണ്ടാകും, പ്രയാസങ്ങൾ. ഈ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് യഥാർത്ഥ മുഅ്മിൻ ആരാണ്, യഥാർത്ഥ മുഅ്മിൻ അല്ലാത്ത കള്ളന്മാരും വഞ്ചകന്മാരാരാണ് എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് അല്ലാഹുവിന്റെ ഹിക്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമിക്കുകയും നന്ദി ചെയ്യേണ്ട സമയത്ത് അത് ചെയ്ത് ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും. നേരെ മറിച്ച് യഥാർത്ഥ ഈമാനില്ലാത്ത ആളുകൾ, നാമധാരികൾ, കാപട്യമുള്ള ആളുകൾ, അവർ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആദർശത്തിൽ നിന്ന് പിന്മാറും, വ്യതിചലിക്കും. ദജ്ജാൽ എന്നവന് പറയാൻ കാരണം അവൻ്റെ അടുത്തുള്ള കളവ് കൊണ്ട് തന്നെ. ദജൽ എന്ന് പറഞ്ഞാൽ കളവാണ്. ഇങ്ങനത്തെ കള്ളത്തരമുള്ള ആളുകൾ മുഴുവനും ചെറിയ ദജ്ജാലുകളാണ് ഈ ലോകത്ത്. അവരൊക്കെ വലിയ ഈ ദജ്ജാല് വരാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആളുകളാണ്. മസീഹ് എന്ന് മറ്റൊരു പേരവനുണ്ട്. മസീഹ് ചുറ്റി സഞ്ചരിക്കുന്ന ആൾ എന്നുള്ള നിലക്കാണ് ഒന്നിരിക്കൽ. ലോകത്ത് ഭൂമിയിൽ മക്ക മദീനയല്ലാത്ത എല്ലാ സ്ഥലങ്ങളും വളരെ വേഗതയിൽ സഞ്ചരിക്കും അവൻ എന്നാണ്. അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹുവിന് ഒരുക്കി കൊടുക്കും. അതല്ല അവന് മസീഹ് എന്ന് പറയാൻ കാരണം അവന്റെ ഒരു കണ്ണ് അത് മായ്ക്കപ്പെട്ട ആളാണ്. ആകെ ഒരൊറ്റ കണ്ണാണ് അവനുള്ളത്. ഒരു കണ്ണ് പൊന്തി വീർത്തതും മറ്റൊരു കണ്ണ് മായ്ക്കപ്പെട്ടത്, ഒരു വലിയ കട്ടിയുള്ള തോല് അതിന്റെ ആ കണ്ണിന്റെ മുകളിൽ കൂടെ താന്ന് അത് മൂടപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് മസീഹു ദജ്ജാൽ എന്നവന് പേര് എന്നും പണ്ഡിതന്മാർ പറയുന്നു. മസീഹുൽ ലലാല എന്നവന് പേരുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഈസൽ മസീഹ് എന്നുള്ള പേരുണ്ട്. ഈസൽ മസീഹ് അദ്ദേഹം തടവിയാൽ രോഗമുള്ള, വെള്ളപ്പാണ്ട് പോലത്തെ രോഗമുള്ള ആളുകൾ, അന്ധതയുള്ള കാഴ്ച ഇല്ലാത്ത ആളുകൾ അദ്ദേഹം തടവിയാൽ അവർക്ക് ശമനം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈസൽ മസീഹ് എന്ന അദ്ദേഹത്തിന് പേരുണ്ട്. അത് നല്ല മസീഹാണ്. ഈ പറയുന്ന ദജ്ജാലിന് ലലാലത്തിന്റെ, വഴികേടിന്റെ മസീഹ് എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. അങ്ങനെ ഇവൻ ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് അവന്റെ കൂടെ ഈ പറയുന്ന ജൂതന്മാരാണ് അവനോട് പിന്തുടരുക. ഏകദേശം ഖുറാസാൻ, ചൈനയുടെ ഏകദേശം ആ ഭാഗത്തിൽ നിന്നാണ് അവൻ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ചൈനയുടെ ഖുറാസാൻ എന്ന് പറഞ്ഞ ഇറാന്റെയൊക്കെ ആ ഏകദേശ ആ ഭാഗത്തിൽ നിന്നാണ് അവൻ പുറപ്പെടുക എന്ന് പറയുന്നത്. അവൻ പുറപ്പെട്ടാൽ അവന്റെ കൂടെ ഇറാനിലുള്ള ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആ പട്ടണത്തിലുള്ള 70,000-ഓളം വരുന്ന ജൂതന്മാര് അവന്റെ കൂടെയുണ്ടാകും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്നത് പട്ടണം ഇറാനിലാണ്. ഇറാൻ എന്ന് പറയുന്ന ആ റാഫിലുകൾ, ഷിയാക്കളായ ആ നാട്ടുകാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പള്ളി പോലും അവിടെ നിലനിർത്താൻ, സ്ഥാപിക്കാൻ അനുവദിക്കാത്ത അത്തര അഹ്ലുസുന്നയോട് ശത്രുത കാണിക്കുന്ന ആളുകളാണ് ഇറാനികൾ, റാഫിലുകൾ. അവിടെ പോയ ആളുകൾക്കതറിയും. എന്നാൽ ജൂതന്മാരായ ആളുകളും അവരുടെ മതസ്ഥാപനങ്ങളും യാതൊരു പ്രയാസവും തടസ്സവുമില്ലാതെ ഇപ്പോഴും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന സയണിസ്റ്റുകളുമായി, ഫലസ്തീനുള്ള അവരുമായി യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇറാനിൽ സ്വൈരവിഹാരം, അവരുടെ ആരാധനയുടെ കാര്യത്തിലും ഭൗതികമായ കാര്യത്തിലും പൂർണ്ണ സ്വതന്ത്രരായി ജൂതന്മാർ ഇന്നും കഴിച്ചുകൂട്ടുന്ന രാജ്യമാണ് ഇറാൻ. ദജ്ജാൽ വരുന്ന സമയത്ത് അവന്റെ കൂടെ ഈ പറയുന്ന ഇസ്ഫഹാൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഉള്ള ആളുകൾ ഈ ദജ്ജാലിന്റെ കൂടെ ഉണ്ടാകും. അവർ പ്രത്യേകമായൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. ഇൻഷാ അള്ളാഹ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ആ പറയുന്ന ദജ്ജാലിനെ കുറിച്ച് ഹദീസുകൾ വന്നത് അല്പം നമുക്ക് വായിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആ ജൂതന്മാരായ ആളുകൾ ഇവന്റെ നേതൃത്വത്തിലാണ് അവർ പിന്നീട് ഈ ഭൂമിയിൽ ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും നടത്തുന്നത്. അവന്റെ വരവിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ഫലസ്തീനിലുള്ള ജൂതന്മാർ ഈ പറയുന്ന പ്രവൃത്തികൾ മുഴുവനും ചെയ്യുന്നത്. അവർക്കത് കൃത്യമായിട്ടറിയാം. മുസ്ലിമീങ്ങളായ ആളുകൾ ഇങ്ങനത്തെ കാര്യത്തിൽ പലരും ഈ പറയുന്ന കാര്യത്തിൽ അശ്രദ്ധയിലാണ് താൻ. ഈ ജൂതന്മാരായ ആളുകൾക്കുള്ള ഒരു സംഘടനയുണ്ട്, മാസോണികൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഫ്രീമേസൺസ്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഈ പറയുന്ന ഒരു സ്ഥലത്ത് അവരുടെ ഓഫീസും സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾപ്പെട്ട ചില ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫ്രീമേസൺസ് അവരുടെ പ്രവൃത്തി എന്താണ് എന്ന് വെച്ചാൽ, അവരുടെ ജൂതന്മാരല്ലാത്ത ആളുകൾ മറ്റ് മതക്കാരായ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പ്രവർത്തനങ്ങൾ ജൂതന്മാർക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ളത്. മുസ്ലിമീങ്ങളോ നസാറാക്കളോ ക്രിസ്ത്യാനികളോ മറ്റ് മതക്കാരായ ആളുകളാണെങ്കിൽ ആ മതത്തിൽ തലയെടുപ്പുള്ള, ദീനിന്റെ വശത്തിൽ കൂടെ ദുന്യാവിന്റെ വശത്തിൽ കൂടെ തലയെടുപ്പുള്ള ആളുകളെ
ജൂതന്മാർക്ക് അനുകൂലികളാക്കി അവരുടെ കാര്യങ്ങൾക്ക് സഹായികളാക്കി തീർക്കുക എന്ന് പറയുന്നതാണ് ഈ ഫ്രീ മേസൺസ് എന്ന് പറയുന്നവരുടെ പ്രവർത്തനം. അതാണ് വളരെ രഹസ്യമായി കൃത്യമായ അജണ്ടകളോടുകൂടെ പ്രവർത്തിക്കുന്നവരാണ്. പല മുസ്ലിമീങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയുകയില്ല. അവരുടെ ലക്ഷ്യം ഈ ലോകത്ത് ഈ പറയുന്ന അവരുടെ നേതാവായ ദജ്ജാലിന് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ദജ്ജാലിന് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഫലസ്തീനിലെ സയണിസ്റ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും ഇസ്രായേൽ എന്ന് പോലും അവരെ പറയാൻ പാടില്ല. ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. ബനു ഇസ്രായേൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ രാജ്യത്തിനെ കുറിച്ച് അവരെ കുറിച്ച് ഇസ്രായേൽ എന്ന് പറയാൻ തന്നെ പാടില്ല. സയണിസ്റ്റുകൾ എന്നാണ് അവരെ കുറിച്ച് പറയേണ്ടത്. സയണിസ്റ്റുകൾ, ഫ്രീമേസൺസുകൾ. അവർക്ക് അവിടെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ള രാജ്യങ്ങൾ മുന്നിൽ അവർ യഥാർത്ഥത്തിൽ ജൂതന്മാരല്ലോ പരസ്യമായിട്ട് അവർ യഥാർത്ഥത്തിൽ നസാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്. ജൂതന്മാരും നസാറാക്കളും തമ്മിൽ പരസ്പര ശത്രുക്കളാണ് താനും. പക്ഷെ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ദജ്ജാൽ വരാൻ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവരെല്ലാവരും ഒന്നാണ്. അങ്ങനെയാണ് ഫലസ്തീനിൽ ഇവർക്ക് രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും പറയുന്നുണ്ട് ഈ പറയുന്ന ദജ്ജാൽ വരും, അവിടെ അവർക്ക് ആധിപത്യം ഇവന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ അവർ പഠിച്ചതാണ്. അതേപോലെ ദീനുൽ ഇസ്ലാമിൽ വന്ന കാര്യങ്ങളും അവർ കൃത്യമായി പഠനവിധേയമാക്കിയതാണ്. അങ്ങനെ ആ പറയുന്ന ദജ്ജാലിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ജൂതന്മാർ വരും. ഭൂമിയിൽ അവർ ഫസാദും കുഴപ്പങ്ങളുമായിട്ട് നടക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഫിത്ന, മുസ്ലിമീങ്ങൾക്ക് അതിശക്തമായ ഫിത്നകൾ ഭൂമിയിൽ ഈ പറയുന്ന ദജ്ജാലിനെ കൊണ്ട് അനുഭവപ്പെടും. അങ്ങനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറക്കി ദജ്ജാലിനെ ഫലസ്തീനിൽ വെച്ച് ബാബുലുദ്ദി എന്ന് പറയുന്ന ഫലസ്തീനിലുള്ള ഇൻദൽ മനാറത്തിൽ ബൈളാ, വെളുത്ത ഒരു മിനാരമുള്ള ഒരു സ്ഥലം അവിടെ നിലവിലുണ്ട്. ഷാമില്, സിറിയയിലോ ഫലസ്തീൻ്റെയൊക്കെ ആ ഭാഗത്തുണ്ട് താനും. അവിടെ വെച്ച് ഈ ദജ്ജാലിനെ അദ്ദേഹം വധിക്കും. ഈ പറയുന്ന ദജ്ജാലിനെ അദ്ദേഹം വഹിക്കും. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ കൂടെ വന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ദുആകളിൽ കൂടെ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. തഅവ്വദു ബില്ലാഹി മിൻ 4 4 കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടി. നാസിറുദ്ദീൻ അൽബാനിയെ പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ തശഹുദിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്തിന്റെ ശേഷം ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബി ജഹന്നം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ചെറിയ ചെറിയ അതിന്റെ വാക്കുകൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഈ 4 കാര്യങ്ങൾ. ഖബറിലുള്ള ഫിത്ന, അതേപോലെ നരകത്തിന്റെ ഫിത്ന, ജീവിതത്തിലും മരണത്തിലുമുള്ള പല ജാതി പരീക്ഷണങ്ങൾ. ജീവിതകാലത്തുണ്ടാകും, മരിക്കുന്ന സമയത്തുണ്ടാകും, മരണത്തിന്റെ ശേഷമുണ്ടാകും പരീക്ഷണങ്ങൾ. അതിൽ നിന്ന് കാവലിനെ തേടുക. അതേപോലെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആളുകളെ ഫിത്നയിലും പ്രയാസങ്ങളിലും അകപ്പെടുത്തുന്ന ഈ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് കാവലിനെ തേടാൻ വേണ്ടി. അതേപോലെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തിലുള്ള 10 ആയത്തുകൾ, മറ്റു ചില റിവായത്തുകളിൽ വന്നതിന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകൾ ഏതാണെങ്കിലും അത് കാണാതെ പഠിച്ച് അതിൽ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും കാര്യങ്ങളും ഒരാൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് ആ വ്യക്തിക്ക് മോചനമുണ്ടാകും. സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിലെ തുടക്കത്തിലുള്ള 10 ആയത്തുകൾ, വേറെ ചില റിവായത്തുകളൊന്നും അതിന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകൾ അത് പഠിച്ച് വെറും ഹിഫ്ളാക്ക എന്നുള്ളത് മാത്രമല്ല, അതിൽ പറഞ്ഞ ആദർശവും അതിൽ പറഞ്ഞ അധ്യാപനങ്ങളും നിയമങ്ങളും കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് മോചനം നൽകും. ദജ്ജാൽ എവിടെയെങ്കിലും വന്നു എന്ന് കേൾക്കുമ്പോൾ ഓടി അങ്ങോട്ട് അടുക്കാതിരിക്കുക. അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ ആ പ്രവാചകന്റെ കൽപ്പന. ജനങ്ങൾക്ക് പുതിയതെന്തെങ്കിലും വന്നു, എന്തെങ്കിലും കേട്ടു എന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടമായിട്ട് അങ്ങോട്ട് ഓടും. ഫിത്നയുടെ ഏത് മേഖലയിലേക്കും പോകരുതേ, അതിൽ നിന്ന് മാറി നിൽക്കാനാ കൽപ്പന. ഇങ്ങനെ എന്തെങ്കിലും കേട്ടു, പുതിയതൊന്ന് കണ്ടു, പുതിയൊന്ന് വന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാവുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള സദസ്സുകളിൽ ഈ പറയുന്ന ദജ്ജാലിനെ കുറിച്ച് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം ഈ പറയുന്ന ദജ്ജാലിനെ കണ്ട സംഭവങ്ങൾ സഹിഹായ ഹദീസുകളിൽ വന്നതുണ്ട്. അതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെക്കുറിച്ച് പറഞ്ഞ സഹിഹായ ഹദീസുകൾ, ചിലത് അൽബാനി ഒക്കെ സഹിഹാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് വായിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഈ ദജ്ജാലി ലോകത്ത് വരല് ഖുതബാക്കൾ, മിമ്പറുകളിൽ വെച്ച് ഖുത്ബ നടത്തുന്ന ഖത്തീബുമാരും അതേപോലെ ആളുകളും അവനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന ആ കാലഘട്ടത്തിലാണ് ദജ്ജാലി രംഗത്ത് വരിക. ആളുകൾക്ക് അവനെക്കുറിച്ചുള്ള ബോധവും ശ്രദ്ധയും
ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന പ്രസംഗകരും ഖത്തീബുമാരും അവനെക്കുറിച്ച് പറയുന്ന മിമ്പറുകൾ വെച്ച് പറയുന്ന കാലഘട്ടം അന്ന് വരൂല. ജനങ്ങൾ അവനെക്കുറിച്ച് പൂർണ്ണമായി വിസ്മരിച്ച് ആ ശ്രദ്ധയും ബോധവുമില്ലാത്ത പോകുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായിട്ടാണ് അവന് രംഗത്ത് വരിക, ദജ്ജാലി രംഗത്ത് വരിക എന്നൊക്കെ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശർറിൽ നിന്നും എല്ലാവിധ ഫിത്നകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. വളരെ വലിയ പ്രയാസകരമായ ദുരിതപൂർണമായ പരീക്ഷണങ്ങളാണ്. അവന്റെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ അത്രയും, ഒരു ദിവസം ഒരു മാസത്തിന്റെ അത്രയും ഒക്കെ ദൈർഘ്യമുണ്ടാകുമെന്ന ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ് അതാണ് ദജ്ജാൽ വരിക എന്ന് പറയുന്ന അവന്റെ പുറപ്പെടൽ. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ വധിക്കാൻ വേണ്ടി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. പിന്നെ വനുഅ്മിനു ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഏകദേശം അവസാനത്തിലുള്ള ഒരു അടയാളം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായി അത് അസ്തമിച്ച ആ സ്ഥലത്ത് നിന്ന് ഉദിച്ചു പൊന്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൗബയുടെ കവാടങ്ങൾ അടക്കപ്പെടും. അതിന്റെ ശേഷം പിന്നെ ആരെങ്കിലും മുഅ്മിനായി മുസ്ലിമായി തൗബ ചെയ്തു അതിന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അതേപോലെ ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഒരു ജീവി പുറപ്പെടും ഖിയാമത്ത് നാളിന്റെ അടുത്ത സമയത്ത്. ആളുകളോട് അത് സംസാരിക്കും എന്നൊക്കെ ഹദീസുകളിൽ വന്നതുണ്ട്. പിന്നെ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്. സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യുമ്പോൾ ദുൽഖർനൈനി എന്ന് പറയുന്ന മഹാനായ ഒരു ചക്രവർത്തി, ഒരു രാജാവുണ്ടായിരുന്നു. മുവഹിദായ, മുഅ്മിനായ, സാദിഖും മുഖ്ലിസുമായ നല്ലവനായ ഒരു മനുഷ്യൻ, ഭരണാധികാരി. ഭൂമിയിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യം നൽകിയിരുന്നു, കിഴക്കും പടിഞ്ഞാറും മുഴുവനും. അങ്ങനെ അദ്ദേഹം ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രജകളുടെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ അദ്ദേഹം ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഒരു പ്രദേശം, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ അടുത്തുള്ള മഗ്രിബിന്റെ അടുത്തുള്ള പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ യഅജൂജ് മഅജൂജിനെ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നതും, അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ഞങ്ങൾ നൽകാം, ഒരു പരിഹാരം പോം വഴി ഇവരുടെ ഉപദ്രവത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയുകയും അദ്ദേഹം അവരിൽ നിന്ന് സാമ്പത്തികമായി ഒന്നും നേടാതെ ശാരീരികമായി സഹായം നിങ്ങൾ നൽകിയാൽ ഞാൻ നിങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ ആ ചരിത്രമുണ്ട്. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള സമയത്ത് ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ട് ഈ ദജ്ജാലിനെ കണ്ട സംഭവം നമ്മൾ മുമ്പ് അഖീദത്തുൽ വാസ്തിയന്റെ ദർസിലാണ് തോന്നുന്നു ഇവിടെ വെച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പക്ഷേ അന്ന് ഇല്ലാത്ത ആളുകളുണ്ടാകും എന്നുള്ള നിലക്ക് ആ ഹദീസ് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അടുത്ത സദസ്സിൽ വെച്ച് പറയാം. പക്ഷെ ഇന്നത്തെ സമയത്ത് കുറച്ച് തുടങ്ങി അടുത്ത വരുന്ന ദർസിൽ കൂടെ നമുക്കതും ശേഷമുള്ള ഈ പറയുന്ന അടയാളങ്ങളെക്കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നത് അല്പം അറിയുന്നത് നല്ലതായിരിക്കും. ഇമാം മുസ്ലിം റഹ്മഹുല്ല ഇതിൽ പറയുന്നത്, ഹദ്ദഥനി ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി, ഇമാം ഷാബി റഹ്മഹുല്ല പ്രസിദ്ധനായ പ്രമുഖനായ ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൽ നിന്നിട്ടുള്ള ആ റിവായത്ത് സനദിൽ കൂടെയാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ല ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു സഅല ഫാത്തിമത ബിൻത ഖൈസിൻ ഉഖ്ത ലഹാക് ഇബ്നു ഖൈസ്, ലഹാക് ഇബ്നു ഖൈസിന്റെ സഹോദരിയായ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, സഹാബി വനിതയാണ്, ആദരണീയയാണ്. അവരോട് ചോദിക്കുകയാണ് ഇമാം ഷാബി, വകാനത്ത് മിനൽ മുഹാജിറാത്തിൽ അവ്വൽ, ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബി വനിതകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അവര്. ഫഖാല, അദ്ദേഹം പറയാണ്, ഹദ്ദിഥീനി ഹദീസൻ സമിഅതീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരീ. ഈ സഹാബി വനിതയോട് ഇമാം ഷാബി പറയാണ്, ലാ തുസ്നിദീഹി ഇലാ അഹദിൻ ഗൈരിഹി, നിങ്ങൾ റസൂലിന് കേട്ടു എന്നുള്ള നേർക്ക് നേരെ കേട്ടതാകണം, വേറൊരാളിന് കേട്ടീമ കേട്ടതാകരുതേ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വേറൊരാളത്തേക്ക് ചേർത്ത് പറയരുതേ, നേർക്ക് റസൂലിന് കേട്ടത്. അപ്പോ അവര് പറഞ്ഞില്ല, ഇൻഷിഅത അഫ്അലൻ, വേണമെങ്കിൽ ഞാനത് ചെയ്യാം. റസൂൽ നേരിട്ട് ഹദീസ് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇൽമുണ്ട്, അങ്ങനത്തെ ആദരണീയയായ വനിതയാണ് അവര്. ഫഖാല ലഹ, ഷാബിയോട് ഷാബി അവരോട് പറഞ്ഞു, അജൽ ഹദ്ദിഥീനി, അതേ പറഞ്ഞു തരി, കേൾക്കണം. അവര് പറഞ്ഞു, നക്കഹത്തു ഇബ്നുൽ മുഗയ്യിറ, മുഗയ്യിറിന്റെ മകനെ ഞാൻ വിവാഹം കഴിച്ചു.
വഹുവ മിൻ ഖിയാരി ശബാബി ഖുറൈശിൻ യൗമൈദിൻ. മുഗൈറയുടെ മകൻ അന്ന് ഖുറൈശി യുവാക്കളുടെ കൂട്ടത്തിൽ ഉത്തമരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഫഉസീബ ഫി അവ്വലിൽ ജിഹാദി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ യുദ്ധത്തിന് പോയി ആ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ അദ്ദേഹം ഷഹീദായി, വഫാത്തായി, ഭർത്താവ് മരിച്ചു, ആ യുവാവ്. ഫലമ്മാ തഅയ്യംതു, അങ്ങനെ പിന്നെ വിവാഹം, അദ്ദേഹം വഫാത്തായി, ഇദ്ദിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വിധവയായപ്പോൾ ഖതബനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ നഫരിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും മറ്റു വേറെ ചില ആളുകളും എന്നെ വിവാഹം ആലോചിച്ചു വന്നു. വഖതബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം ആലോചിച്ചു. അലാ മൗലാത്ത് ഉസാമ ബിൻതു സെയ്ദ്. ഉസാമത്ത് ബിൻ സെയ്ദ് റസൂലിന് ഇഷ്ടപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലിൻ. റസൂലിന് ഇഷ്ടപ്പെട്ട പിതാവാണ്, മകനാണ്. ഉസാമക്ക് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കട്ടെ എന്ന് റസൂല് പറഞ്ഞു. വകുന്തു ഖദ് ഹുദ്ദിസ്തു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അഹബ്ബനി ഫൽയുഹിബ്ബ ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉസാമനെ അവൻ സ്നേഹിക്കണം. ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഉസാമനെ അവൻ സ്നേഹിക്കണം എന്ന് റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉസാമക്കാണ് എന്നെ വിവാഹം ആലോചിച്ചു വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടത് പറഞ്ഞപ്പോൾ ഫലമ്മ കല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ, റസൂൽ എന്നോട് നിന്നെ ഞാൻ ഉസാമക്ക് വിവാഹം കഴിച്ചു കൊടുക്കട്ടെ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അംരി ബിയദിക്, എന്റെ കാര്യം നിങ്ങളെ കയ്യിലാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കറുത്ത നിറക്കാരനായിരുന്നു, റസൂലിന്റെ അടിമയുടെ മകനാണ്. അദ്ദേഹത്തിന് ഇന്ന് വിവാഹം കഴിച്ചു കൊടുക്കട്ടെ എന്നായി പറയുന്ന വനിതയോട് ചോദിക്കുന്നത്. അതിന്റെ മുമ്പ് അവരെ വിവാഹം ആലോചിച്ച് വന്ന ആൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സമ്പന്നനായ ഖുറൈശിയായ വ്യക്തിയാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയുണ്ട്, കാശും പണമുണ്ട്. നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ഉസാമനെ സ്നേഹിക്കണം. ഇത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കാര്യം ഞാൻ നിങ്ങളെ കയ്യിലേൽപ്പിച്ചു, ഇഷ്ടമുള്ളമായൊരു തീരുമാനമെടുക്ക റസൂലെ. ഇതായിരുന്നു മുഅ്മിനീങ്ങളും സ്ത്രീ പുരുഷന്മാരുടെ നിലപാടുകൾ. ഇതായിരുന്നു. നമ്മളും അവരും തമ്മിലുള്ള അന്തരങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു എന്റെ കാര്യം നിങ്ങളെ കയ്യിലാണ്. ഫഅൻകിഹിനി മനുഷ്യ, നിങ്ങൾ ഉദ്ദേശിച്ചു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തോളിയെന്ന്. ഫഖാല, അപ്പൊ റസൂലിനോട് പറഞ്ഞു ഇൻതഖിലി ഇലാ ഉമ്മി ശരീഖ്. ഉമ്മി ശരീഖ് എന്ന സ്ത്രീ അവരുടെ വീട്ടിൽ പോയിട്ട് ഇദ്ദിരിക്കാനാണ് പറഞ്ഞത്. ഉമ്മു ശരീഖ് ഇംറഅത്തുൻ ഗനിയ്യത്തുൻ മിനൽ അൻസാരി അളീമത്തുൻ നഫഖത്തി ഫീ സബീലില്ലാഹ്. ഉമ്മു ശരീഖിന്റെ പ്രത്യേകത ധനികയാണ്, അവർ സമ്പത്തുള്ള പെണ്ണ്, അൻസാരി വനിതയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവാക്കുന്ന ആളാണ്. അതിഥികളും ദീന് പഠിക്കാൻ വരുന്ന, മദീനയിലേക്ക് റസൂലിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ അവരെ വീട്ടിലവൻ താമസിക്കുക. അവർക്ക് ഭക്ഷണം, ഖിദ്മത്തും താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവർ കൊടുക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, എന്നാ ഞാനവിടെ പോയി താമസിക്കാം. അപ്പൊ പിന്നെ റസൂൽ വല്ലാ തഫ്അലി, അങ്ങോട്ട് പോകണ്ട. ഇന്ന ഉമ്മ ശരീക്കൻ ഇംറഅത്തുൻ കസീറത്തുൽ ലീഫ്, ധാരാളം അതിഥികളും പുതിയ പുതിയ ആളുകൾ വീട്ടിൽ വരുന്ന ആളും പാളും ഉള്ള ഒരു വീടാണ് അവിടെ. അതുകൊണ്ട് ഫഇന്നി അക്റഹു അൻ യസ്ഖുത അൻകി ഖിമാറുക്കി, നിന്റെ തട്ടോ കാര്യങ്ങളൊക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് വീഴേ, അങ്ങനെ നിന്റെ യൻകശിഫ സൗബ് അൻ സാഖയ്ക്ക്, വീട്ടിന്റെ ഉള്ളിലല്ലേ, ശരീരത്തിൽ നിന്ന് വസ്ത്രമൊക്കെ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ പുതിയ അവിടെ വരുന്ന ആളുകൾ നിന്റെ ശരീരം എന്തെങ്കിലും കാണുക, അവറത്ത് വെളിവാകുന്ന കാര്യത്തിലൊക്കെ അശ്രദ്ധ വരികയൊക്കെ ചെയ്യുന്ന പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഈ ഇൻതഖിലി ഇലാ ഇബ്നി അമ്മിക്ക് അബ്ദുല്ലാഹി ഇബ്നി അംർ ഇബ്നി ഉമ്മി മക്തൂം. അബ്ദുല്ലാഹി അംർ ഇബ്നി ഉമ്മി മക്തൂം അദ്ദേഹം അന്ധനായ മനുഷ്യനായ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ പോയി താമസിച്ചോ. അദ്ദേഹം ബനൂ ഫിഹർ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണ്. നീയും അവനൊരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, ബന്ധമുണ്ട്. അവിടെയാണെങ്കിൽ വേറെ ആളും പാളും വരൂല, അദ്ദേഹം നിന്നെ കാണൂല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് പോയി താമസിച്ചു. അങ്ങനെ എന്റെ ഇദ്ദ കഴിഞ്ഞ സമയത്ത് ഞാൻ സമയത്തു നിദാ അൽ മുനാദി, ഒരാൾ വിളിച്ചു പറയുന്ന വിളി കേട്ടു. മുനാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാദി അസ്സലാത്ത ജാമിഅ. അള്ളാഹുവിന്റെ റസൂല് സഹാബികളെ നിസ്കാരത്തിനോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയലുണ്ടായിരുന്നു, അസ്സലാത്ത ജാമിഅ എന്ന്. അങ്ങനെ ഫഖറജതു ഇലൽ മസ്ജിദി, പള്ളിയിൽ ഞാനും അങ്ങോട്ട് പോയി പുറപ്പെട്ടു. ഫസല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ജമാഅത്തിൽ നിസ്കാരത്തിൽ പങ്കെടുത്തു. ഫകുന്തു ഫീ സഫിൻ നിസാഇ അല്ലതി തലി ളുഹൂറൽ ഖൗം, ആളുകളുടെ പിന്നിൽ, പുരുഷന്മാരുടെ നേരെ പിന്നിലുള്ള ആ സഫിലായിരുന്നു ഞാൻ നിസ്കരിച്ചത്. അവിടെ സ്ഥലം കിട്ടി. ഫലമ്മ ഖളാ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു ജലസ അലൽ മിംബരി വഹുവ യദ്ഹക്. നിസ്കാരം കഴിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് മിംബറയിൽ കയറിയിരുന്നു. ഫഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, എല്ലാവരും നിസ്കരിച്ച സ്ഥലത്ത് അവിടെ തന്നെ ഇരിക്കി, എണീറ്റ് പോകല്ലേ എന്ന്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അത്തദ്റൂന ലിമ ജമഅതുക്കും, ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയത് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം,
അപ്പൊ കാല റസൂല് പറഞ്ഞു, ഇന്നി വല്ലാഹി മാ ജമഅത്തുകും ലി റഗബത്തിൻ വലാ ലി റഹബ. എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് താല്പര്യപ്പെട്ടിട്ടോ എന്തെങ്കിലും ഭീഷണികൾ പേടിച്ചിട്ടോ അല്ല ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. വലാകിൻ ജമഅത്തുകും, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ലിഅന്ന തമീമനിദ്ദാരി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കാന റജുലൻ നസ്റാനിയൻ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നസാറ മതക്കാരനായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. ഫജാഅ ഫബായഅ വഅസ്ലം, അദ്ദേഹം വന്നു, എനിക്ക് ബൈഅത്ത് ചെയ്തു, മുസ്ലിമായി. എന്നിട്ട് വഹദ്ദസനി ഹദീസൻ, അദ്ദേഹം എനിക്കൊരു വിവരം, ഒരു കാര്യം എന്നോട് പറഞ്ഞു. വാഫഖല്ലദീ കുന്തു അഹദ്ദിസുകും അൻ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതിനോട് കൃത്യമായി യോജിക്കുന്ന ഒരു കാര്യമാണ് തമീമുദ്ദാരിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അദ്ദേഹം ആദ്യം നസാറ മതത്തിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടൊരു സംഭവമാണ്. ഹദ്ദസനി അന്നഹു റകിബ ഫീ സഫീനത്തിൻ ബഹരിയത്തിൻ മഅ 30 റജുലൻ മിൻ ലഖ്മിൻ വജുദാം. ലഖ്മ് ജുദാം എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട 30ഓളം ആളുകളോടുകൂടെ സമുദ്രത്തിലുള്ള ഒരു കപ്പലിൽ അദ്ദേഹം ഒരിക്കൽ യാത്ര പോവുകയാണ്. അങ്ങനെ ഫലഇബ ബിഹിമുൽ മൗജു ഷഹ്റൻ ഫിൽ ബഹർ, 1 മാസത്തോളം അവർ തിരമാല അവരിങ്ങൊണ്ട് കളിച്ചു. കടലിൽ കടന്ന് കരക്കത്തേക്ക് അണയാനോ അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനോ കഴിയാതെ 1 മാസം അവരിൽ സമുദ്രത്തിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ പിന്നെ തുമ്മ അർഫഉ ഇലാ ജസീറത്തിൻ ഫിൽ ബഹരി, സമുദ്രത്തിലുള്ള ഒരു ദ്വീപിലേക്ക് അവർ അഭയം തേടി. ഹത്താ മഗ്രിബ ഷംസി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന ഏകദേശം ആ സമയമായപ്പോൾ ഫജലസു ഫി അഖ്റബി സഫീന, അവർക്ക് എങ്ങനെയെങ്കിലും കരയിലെത്താൻ വേണ്ടിയുള്ള മോഹം കാരണം ആ കപ്പലിന്റെ അടുത്ത്, കരയോടടുത്ത ഭാഗത്ത് അവരിരുന്നു. ഫദഖലുൽ ജസീറത്ത, അങ്ങനെ അവർ ആ ദ്വീപിലേക്ക്, കടലിലുണ്ടായിരുന്ന ദ്വീപിലേക്ക് അവർ പ്രവേശിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സദസ്സിൽ ഇവിടെ നിർത്തുകയാണ്. അടുത്ത സദസ്സിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാം, സമയം വൈകണ്ട എന്ന് കരുതിയിട്ടാണ്. അദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.